ഭാവി എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് 2025, എന്നാൽ 2256 ഒരു സമയ ടൈം ട്രാവലറെ കണ്ടുമുട്ടുന്നത് ഒന്ന് സങ്കല്പിക്കുക. ഇത് ശാസ്ത്രമാണോ അതോ വെറുമൊരു നിഗൂഢതയാണോ? ഈ വീഡിയോയിൽ ഈ കൗതുകകരമായ കഥയെ ചുറ്റിപ്പറ്റിയുള്ള അവകാശവാദങ്ങളിലേക്കും ശാസ്ത്രത്തിലേക്കും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളിലേക്കും നമ്മൾ ആഴത്തിലിറങ്ങുന്നു. എല്ലാ വിശദാംശങ്ങളും കണ്ടെത്തുന്നതിന് മുഴുവൻ വീഡിയോയും കാണുക. ഹലോ സുഹൃത്തുക്കളെ, 2003 മാർച്ചിൽ ആൻഡ്രൂ കാൾസിൻ എന്ന 44 വയസ്സുള്ള ഒരാളെ FBI അറസ്റ്റ് ചെയ്യുന്നു. പത്രങ്ങൾ അദ്ദേഹത്തെ അസാധാരണ ഭാഗ്യവാനാണെന്ന് വിളിച്ചു. കാരണം എന്താണെന്നറിയാവോ? അദ്ദേഹം ഓഹരി വിപണിയിൽ വെറും $800 നിക്ഷേപിച്ചു. 2 ആഴ്ചക്കുള്ളിൽ അത് $350 മില്യൺ മാറി. എന്തൊരു ഭാഗ്യവാൻ അല്ലേ? FBI അദ്ദേഹം വഞ്ചിച്ചതായി സംശയിക്കുകയും ഇൻസൈഡർ ട്രേഡിംഗ് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ അവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ ആൻഡ്രൂ ഞെട്ടിക്കുന്ന ഒരു ഉത്തരം നൽകി. ഭാവിയിൽ 250 വർഷത്തിനുള്ളിൽ ഒരു ടൈം ട്രാവലർ ആണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അതായത് ഏതൊക്കെ ഓഹരികൾ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് തനിക്ക് ഇതിനകം അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം നിക്ഷേപിക്കുകയും ആ പണം മുഴുവൻ സമ്പാദിക്കുകയും ചെയ്തു. അന്ന് റിപ്പോർട്ട് ചെയ്ത ന്യൂസുകളുടെ പതിപ്പുകൾ നിങ്ങൾക്കായി ഞാൻ സ്ക്രീനിൽ നൽകുന്നുണ്ട്. FBI അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. അദ്ദേഹം കള്ളം പറയുകയാണെന്ന് കരുതി. തെളിവ് കണ്ടെത്താൻ അവർ അദ്ദേഹത്തെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ വിചിത്രമായ കാര്യം, 2003 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ 2002 ഡിസംബറിന് മുമ്പ് ആൻഡ്രൂ കാൾസിനെ കുറിച്ച് ഒരു രേഖയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതിനെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഏപ്രിൽ 3 അദ്ദേഹം കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അപ്രത്യക്ഷനായി. പിന്നീട് ഒരിക്കലും കാണപ്പെട്ടിട്ടില്ല. അപ്പോൾ ആൻഡ്രൂ ശരിക്കും ഒരു ടൈം ട്രാവലർ ആയിരുന്നോ? സമയയാത്ര സാധ്യമാണോ അതോ നോവലുകളിലും സിനിമകളിലും മാത്രം കാണുന്ന ഒന്നാണോ ഇത്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഈ വിഷയത്തിൽ ശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടത് പ്രധാനമാണ്. അതുകൊണ്ട് ശാസ്ത്രീയ വീക്ഷണകോണിൽ നിന്ന് സമയയാത്ര അല്ലെങ്കിൽ ടൈം ട്രാവൽ എന്ന ആശയം നോക്കാം. സുഹൃത്തുക്കളെ, ഇതിനകം സിനിമകളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം അല്ലേ? എന്നാൽ ഈ വിഷയത്തിലെ ആദ്യ തുടക്കത്തിൽ തന്നെ നമുക്ക് ആരംഭിച്ച് ആൻഡ്രൂ കാൾസിൻ എന്ന 44 വയസ്സുകാരനിൽ കൊണ്ട് അവസാനിപ്പിക്കാം. 1895 HG വെൽസ് തന്റെ ദി ടൈം മെഷീൻ എന്ന നോവൽ എഴുതിയതിനു ശേഷം സമയയാത്ര എന്ന ആശയം പ്രചാരത്തിലായി. അതൊരു സാങ്കല്പിക കഥയാണെങ്കിലും ടൈം ട്രാവലിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പല ശാസ്ത്രജ്ഞരെയും ഇത് പ്രേരിപ്പിച്ചു. കാലക്രമേണ ഈ ആശയം നിരവധി സിനിമകളിലും പുസ്തകങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതാൻ പോലും തുടങ്ങി. സിനിമകളിലെ റെഫറൻസ് നോക്കിയാൽ ഇന്റർസ്റ്റെല്ലാറിൽ കുടുംബം പ്രായമാകുമ്പോൾ നായകൻ ഭാവിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു വ്യക്തി സമയത്തിന്റെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് നേരിട്ട് ചാടുന്നു. ബാക്ക് ടു ദി ഫ്യൂച്ചർ, ദി ഗേൾ ഹൂ ലീപ്ഡ് ത്രൂ ടൈം തുടങ്ങിയ സിനിമകളിൽ ഇത് സംഭവിക്കുന്നു. ഹാരി പോട്ടർ ആൻഡ് ദി പ്രിസൺ ഓഫ് അസ്കബാനിൽ ഹെർമിയോൺ എന്നീ സിനിമകളിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എന്നാൽ ഈ സിനിമകളിൽ കാണിക്കുന്നവ യഥാർത്ഥത്തിൽ സാധ്യമാകുമോ? ഭാവിയിൽ ഏതൊക്കെ സംഭവിക്കാം? ഏതാണ് പൂർണ്ണമായും സാങ്കല്പികമായത്? ഇതെല്ലാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളായി നിലനിൽക്കുന്നുണ്ടാവാം. എങ്കിൽ അതിശയകരമെന്ന് പറയട്ടെ, ഇന്ന് ചിലതരം സമയയാത്രകൾ, അതായത് ടൈം ട്രാവൽ, ശാസ്ത്രീയമായി സാധ്യമാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സമയയാത്രയെ 2 തരങ്ങളായി തരംതിരിക്കാം: ഭാവിയിലേക്കുള്ള യാത്രയും ഭൂതകാലത്തിലേക്കുള്ള യാത്രയും. ഭാവിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. സമയവികാസം എന്ന ആശയം അവതരിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രത്യേക ആപേക്ഷികത സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. ഐസക് ന്യൂട്ടൺ നിർദ്ദേശിച്ചതുപോലെ ഐൻസ്റ്റീന് മുമ്പ് എല്ലായിടത്തും സമയം സ്ഥിരമാണെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ഭൂമിയിലോ ചൊവ്വയിലോ പ്രപഞ്ചത്തിലെ മറ്റെവിടെയെങ്കിലുമോ സമയം ഒരേ രീതിയിൽ ആകുന്നു എന്ന് ന്യൂട്ടൺ കരുതി. പക്ഷേ ഐൻസ്റ്റീൻ അതിനോട് വിയോജിച്ചു. സമയം സ്ഥിരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സമയം ഒരു നദി പോലെയാണെന്ന് ഐൻസ്റ്റീൻ വിശദീകരിച്ചു. ചില സ്ഥലങ്ങളിൽ അത് വേഗത്തിലും മറ്റുള്ളവയിൽ പതുക്കെയും ഒഴുകും. ഇതിനർത്ഥം സാഹചര്യത്തിനനുസരിച്ച് സമയം മാറാം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ടൈം ട്രാവൽ സാധ്യമാകണ്ടേ? ഐൻസ്റ്റീന്റെ ആശയത്തെക്കുറിച്ചും ഭാവിയിലേക്കുള്ള ടൈം ട്രാവൽ സാധ്യമാണെന്ന് അവ എങ്ങനെ തെളിയിക്കുന്നുവെന്നും നമുക്ക് ചർച്ച ചെയ്യാം. വേഗതയും ഗുരുത്വാകർഷണവും അനുസരിച്ച് സമയം മാറാമെന്ന് ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തം പറയുന്നു. ഇതിനെയാണ് ടൈം ഡൈലേഷൻ എന്ന് വിളിക്കുന്നത്. ചില സാഹചര്യങ്ങളെ ആശ്രയിച്ച് സമയത്തിന് സാവധാനത്തിലോ വേഗത്തിലോ നീങ്ങാൻ കഴിയും. സമയ ഡൈലേഷൻ സംഭവിക്കുന്ന ഒരു മാർഗം വേഗതയിലൂടെയാണ്.
എന്തെങ്കിലും വളരെ വേഗത്തിൽ നീങ്ങുമ്പോൾ ചലിക്കാത്ത ഒന്നിനെ അപേക്ഷിച്ച് സമയത്തിൻ്റെ വേഗത കുറയ്ക്കുന്നു. ഉദാഹരണത്തിന് 2 ക്ലോക്കുകൾ സങ്കല്പിക്കുക. ഒരു ക്ലോക്ക് നിലത്ത് തന്നെ നിൽക്കുകയും മറ്റേ ക്ലോക്ക് ഒരു വിമാനത്തിൽ എടുക്കുകയും ചെയ്യുന്നു. വിമാനം ഭൂമിയെ ചുറ്റി പറന്ന് ലാൻഡ് ചെയ്ത ശേഷം വിമാനത്തിലെ ക്ലോക്ക് നിലത്തെ ക്ലോക്കിനേക്കാൾ കുറഞ്ഞ സമയം കാണിക്കും. 1971 ആറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിച്ച് ഹാഫെൽ കീറ്റിംഗ് പരീക്ഷണത്തിലൂടെ ശാസ്ത്രജ്ഞർ ഇത് തെളിയിച്ചതാണ്. വിമാനത്തിലെ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് നിർത്തി എന്നല്ല ഇതിനർത്ഥം. സമയം ആപേക്ഷികമാണ്. വിമാനത്തിലുള്ള ഒരാൾക്ക് സമയം സാധാരണമാണെന്ന് തോന്നുന്നു, എന്നാൽ ഭൂമിയിലുള്ള ഒരാൾക്ക് വിമാനത്തിലെ സമയം മന്ദഗതിയിലാണെന്ന് തോന്നുന്നു. പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു റോക്കറ്റ് നിർമ്മിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് അത് ഉപയോഗിക്കാം. അതിനും ഒരു ഉദാഹരണം നൽകാം. ഉദാഹരണത്തിന്, നിങ്ങൾ അത്തരമൊരു റോക്കറ്റിനുള്ളിൽ 10 വർഷം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഭൂമിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയേക്കാം. എന്നിരുന്നാലും അത്ര വേഗത്തിലുള്ള റോക്കറ്റുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ പക്കലില്ല. സമയവികാസം സംഭവിക്കുന്ന രണ്ടാമത്തെ രീതി ഗുരുത്വാകർഷണം മൂലമാണ്. ശക്തമായ ഗുരുത്വാകർഷണം സമയത്തെ മന്ദഗതിയിലാക്കുന്നു. ഇതിനെ നീണ്ട തുണിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഐൻസ്റ്റീൻ ഇത് വിശദീകരിച്ചു. തുണിയിൽ ഒരു ഭാരമേറിയ പന്ത് വെച്ചാൽ അത് ഒരു വക്രം സൃഷ്ടിക്കുന്നു. അതുപോലെ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ പോലുള്ള വലിയ വസ്തുക്കൾ സ്ഥലസമയത്തിൽ ഒരു വക്രം സൃഷ്ടിക്കുന്നു. ഗുരുത്വാകർഷണം ശക്തമാകുമ്പോൾ സമയം അതിനടുത്ത് മന്ദഗതിയിൽ നീങ്ങുന്നു. ഉദാഹരണത്തിന്, ഭൂമിയിലേതിനേക്കാൾ വ്യാഴത്തിന് സമീപം സമയം പതുക്കെ നീങ്ങുന്നു. ഗുരുത്വാകർഷണത്തിന്റെ വളരെ ശക്തമായ ഒരു സ്രോതസ്സിന് സമീപം അത് കൂടുതൽ പതുക്കെ നീങ്ങുന്നു. സമയവികാസത്തിന്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണ് ബഹിരാകാശ യാത്രികൻ ജെന്നഡി പതാൽക്ക. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ അദ്ദേഹം ബഹിരാകാശത്ത് 879 ദിവസം ചെലവഴിച്ചു. ഇക്കാരണത്താൽ അദ്ദേഹം ഭൂമിയിലെ ആളുകളേക്കാൾ 0.02 സെക്കൻഡ് പ്രായം കുറഞ്ഞവനായി. കാര്യമായ സമയയാത്ര ഇതുവരെ സാധ്യമല്ലെങ്കിലും സമയം സ്ഥിരമല്ലെന്ന് ഈ ആശയം നമ്മെ കാണിക്കുന്നു. വേഗതയെയും ഗുരുത്വാകർഷണത്തെയും അടിസ്ഥാനമാക്കി ഇത് മാറുന്നു. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം ശക്തമാകുമ്പോൾ സമയം മന്ദഗതിയിലാകുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഭാവിയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ വ്യാഴത്തിനോ സൂര്യനോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിന് സമീപം പോലും സമയം ചെലവഴിക്കാം. ഒരു ബ്ലാക്ക് ഹോളിന് സമീപം സമയം വളരെയധികം മന്ദഗതിയിലാകുന്നു. ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ ഒരു ബ്ലാക്ക് ഹോളിനടുത്തുള്ള ഒരു ഗ്രഹത്തിൽ 1 മണിക്കൂർ ഭൂമിയിലെ 7 വർഷങ്ങൾ പോലെയാണ്. ശാസ്ത്രമനുസരിച്ച് ഇത് ശരിയാണ്. പക്ഷേ ഒരു ബ്ലാക്ക് ഹോളിന് സമീപം മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ബ്ലാക്ക് ഹോൾസ് അവിശ്വസനീയമാം വിധം ഭാരമുള്ളവയാണ്. അവയ്ക്ക് ചുറ്റും പ്രകാശത്തെ വളയ്ക്കുന്നു. 2019 ഏപ്രിൽ 10 ഇവൻ ഹൊറൈസൺ ടെലിസ്കോപ്പ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ആദ്യ ചിത്രം പകർത്തുന്നതുവരെ ഇത് ഒരു സിദ്ധാന്തം മാത്രമായിരുന്നു. ഇനി ടൈം ട്രാവലിനെ കുറിച്ച് സംസാരിക്കാം. ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ 2 വഴികളുണ്ട്. ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്നതിലൂടെയോ വളരെ ശക്തമായ ഗുരുത്വാകർഷണമുള്ള ഒന്നിന് സമീപമായിരിക്കുന്നതിലൂടെയോ ഇത് സംഭവിക്കാം. GPS ഉപഗ്രഹങ്ങൾ ഭൂമിയെ പരിക്രമണം ചെയ്യുകയും സമയവികാസം അനുഭവിക്കുകയും ചെയ്യുന്നു. അതിനാൽ സിസ്റ്റം കൃത്യമായി നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രജ്ഞർ അവരുടെ ക്ലോക്കുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഭാവിയിലേക്ക് സഞ്ചരിക്കാനുള്ള മറ്റൊരു സാധ്യമായ മാർഗം ക്രയോസ്ലീപ്പ് അല്ലെങ്കിൽ ഹൈബർനേഷൻ ആണ്. പാസഞ്ചേഴ്സ് പോലുള്ള സിനിമകളിൽ ദീർഘമായ ബഹിരാകാശ യാത്രകളിൽ ആളുകളെ വാർദ്ധക്യം വരാതിരിക്കാൻ ഗാഢനിദ്രയിലേക്ക് നയിക്കുന്നു. ബഹിരാകാശ യാത്രികരെ നേരിയ ഹൈപ്പോതെർമിയയിലേക്ക് തള്ളിവിടുകയും അവരുടെ ശരീരപ്രക്രിയകളെ മന്ദഗതിയിലാക്കുകയും വാർദ്ധക്യം വരാതെ ആഴ്ചകളോളം ഉറങ്ങാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റാസിസ് ചേംബറിൽ നാസ പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ രീതികൾ നമ്മെ ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ മാത്രമേ അനുവദിക്കൂ. ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യുന്നത് സാധ്യമല്ല. എന്നിരുന്നാലും നമുക്ക് ഭൂതകാലത്തിന്റെ ഒരു ദർശനം കാണാൻ കഴിയും. വെളിച്ചം സഞ്ചരിക്കാൻ സമയമെടുക്കും. അതിനാൽ വെളിച്ചം അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് ഭൂതകാലത്തിൽ നിന്നുള്ള പ്രകാശം കാണാൻ കഴിയും. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരിക്കൽ ഭൂതകാലത്തിലേക്കുള്ള സമയയാത്ര തെളിയിക്കാൻ ശ്രമിച്ചു. 2009 ജൂൺ 28 ഭാവിയിൽ നിന്നുള്ള സമയസഞ്ചാരികൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് കരുതി അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഒരു പാർട്ടി നടത്തി. പക്ഷേ ആരും എത്തിയില്ല. അത് അസാധ്യമാണെന്ന് തെളിയിച്ചു. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികത സിദ്ധാന്തം അനുസരിച്ച് ഭൂതകാലത്തിലേക്കുള്ള സമയയാത്ര പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. സ്പേസിൽ ശക്തമായ ഒരു ഗുരുത്വാകർഷണം പ്രയോഗിച്ചാൽ അത് ഒരു വേം ഹോൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. ഈ വേം ഹോൾ ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കും. ഇത് സംഭവിക്കുന്നതിന് ഒരു ബ്ലാക്ക് ഹോൾ പോലെ ശക്തമായ ഒരു ഗുരുത്വാകർഷണ ബലം നമുക്ക് ആവശ്യമാണ്. കറങ്ങുന്ന ഒരു ബ്ലാക്ക് ഹോൾ സ്ഥല സമയത്ത് ഒരു വക്രം സൃഷ്ടിച്ചേക്കാം. അത് സ്വയം മടക്കിക്കളയുകയും
ഒരു അടഞ്ഞ സമയ സമാന വക്രം CTC രൂപപ്പെടുത്തുകയും ചെയ്യും. ഇത് സങ്കല്പിക്കാൻ പ്രയാസമാണ്, പക്ഷേ ഇതൊരു ശാസ്ത്രീയ സിദ്ധാന്തമാണ്. നോബൽ സമ്മാന ജേതാവായ ശാസ്ത്രജ്ഞൻ കിപ് തോൺ വിശ്വസിക്കുന്നത് ചെറിയ വേം ഹോളുകൾ ബഹിരാകാശത്ത് നിരന്തരം സൃഷ്ടിക്കപ്പെടുന്നു, പക്ഷേ അവ വളരെ ചെറുതാണ്, ആറ്റങ്ങളെക്കാൾ ചെറുതാണ്. നമുക്ക് അവയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നാം അവ തുറക്കേണ്ടതുണ്ട്, പക്ഷേ ഇതിന് ധാരാളം ഊർജം ആവശ്യമാണ്. അതിൽ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉൾപ്പെടുന്നു. നെഗറ്റീവ് എനർജി ഒരുതരം ആൻറ്റി ഗ്രാവിറ്റി പോലെ പ്രവർത്തിക്കുന്നു. ഇത് വേം ഹോൾ തുറന്നിരിക്കുന്ന രീതിയിൽ സ്ഥല സമയത്തിനെതിരെ തള്ളുന്നു. പ്രശ്നം നെഗറ്റീവ് എനർജി എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല എന്നതാണ്. ഈ ആശയം ഇപ്പോഴും ഒരു സിദ്ധാന്തം മാത്രമാണ്, പക്ഷേ ഇത് ശക്തമായ ഒന്നാണ്. ഭൂതകാലത്തിലേക്കുള്ള സമയയാത്ര സാധ്യമാണെന്ന് തോന്നുമെങ്കിലും വിരോധാഭാസം പോലുള്ള വലിയ പ്രശ്നങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭൂതകാലത്തിലേക്ക് പോയി നിങ്ങളുടെ മുതുമുത്തച്ഛനെ കൊന്നാൽ നിങ്ങൾ എങ്ങനെ ജനിക്കും? ഇതൊരു വിരോധാഭാസം സൃഷ്ടിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാനും ഭൂതകാലത്തെ മാറ്റാനും കഴിയില്ല. ഭൂതകാലത്തെ മാറ്റുന്നത് ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുന്ന മൾട്ടിവേഴ്സ് സിദ്ധാന്തം പോലെ ഇത് വിശദീകരിക്കാൻ സിദ്ധാന്തങ്ങളുമുണ്ട്. അതിനാൽ വ്യത്യസ്ത സംഭവങ്ങൾ സംഭവിക്കുന്ന ഒന്നിലധികം പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം. മറ്റൊരു വിരോധാഭാസം പ്രീ ഡെസ്റ്റിനേഷൻ വിരോധാഭാസമാണ്. അത് പറയുന്നത് നിങ്ങൾ ഭൂതകാലത്തിൽ എന്ത് മാറ്റാൻ ശ്രമിച്ചാലും സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ വർത്തമാന കാലത്തിന്റെ ഭാഗമാണ്. ഇതിനർത്ഥം സംഭവങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ സംഭവിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നാണ്. ഈ ആശയം 12 മങ്കീസ്, ടൈം ക്രൈംസ്, പ്രീ ഡെസ്റ്റിനേഷൻ തുടങ്ങിയ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ വിരോധാഭാസങ്ങൾ കാരണം ഭൂതകാലത്തിലേക്കുള്ള യാത്ര അസാധ്യമാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇന്ന് ഭാവിയിലേക്കുള്ള യാത്ര സാധ്യമാണ്. ഭാവിയിൽ ഇത് കൂടുതൽ സാധാരണമായി തീർന്നേക്കാം. ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും സാധ്യമാണ്. ഇന്റർസ്റ്റെല്ലാർ പോലുള്ള സിനിമകളിൽ ഇത് ശാസ്ത്രീയമായി എങ്ങനെ സംഭവിക്കുമെന്ന് കാണിക്കുന്നു. എന്നാൽ ആൻഡ്രൂ കാൾസിന്റെ കഥയുടെ കാര്യമോ? അത് ഞാൻ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രസകരമായ മറ്റു കുറച്ച് കാര്യങ്ങൾ. പഴയ കഥകളിലും ആധുനിക ശാസ്ത്രത്തിലും സമയയാത്ര ഒരു വിഷയമാണ്. ഹിന്ദു പുരാണങ്ങളിൽ മഹാഭാരതത്തിൽ ബ്രഹ്മാവിനെ കാണാൻ പോകുന്ന രാജാവായ കക്കുമിയെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞുപോയതായി കണ്ടെത്തുന്നു. ഇന്നത്തെ സമയയാത്രയുടെ ആശയത്തിന് സമാനമാണിത്. ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും സമയവുമായി ബന്ധപ്പെട്ട നിരവധി പാരമ്പര്യങ്ങൾ കേരളത്തിനുണ്ട്. ശാസ്ത്രത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് പോലുള്ള ആശയങ്ങൾ ടൈം ട്രാവൽ സാധ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നു. വേം ഹോളുകൾ പോലുള്ള പ്രത്യേക പാതകൾ കാലത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ലണ്ടൻ ഹാമർ, ആൻറ്റി കൈതേരെ മെക്കാനിസം പോലുള്ള ചില വിചിത്ര വസ്തുക്കൾ അവ ടൈം ട്രാവലിൻ്റെ തെളിവാണോ എന്ന് ആളുകളെ സംശയിപ്പിക്കുന്നു. മുൻകാല സംഭവങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് ചിലർ പറയുന്ന വത്തിക്കാനിലെ ഒരു ക്രോണോവൈസർ എന്ന ആശയം ഈ നിഗൂഢതയെ വർദ്ധിപ്പിക്കുന്നു. വിധിയെക്കുറിച്ചും സ്വതന്ത്ര ഇച്ഛാശക്തിയെക്കുറിച്ചും വലിയ ചോദ്യങ്ങളുണ്ട്. ഇനി നമുക്ക് ആൻഡ്രൂ കാൾസിന്റെ കഥയിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ നിങ്ങളുമായി പങ്കുവച്ച കഥ ഇത് വീക്ക്ലി വേൾഡ്സ് ന്യൂസ് എന്ന ആക്ഷേപഹാസ്യ പത്രത്തിൽ നിന്നുള്ളതാണ്. പിന്നീട് യാഹൂ ന്യൂസും മറ്റ് മാധ്യമങ്ങളും അത് സത്യമാണെന്ന് കരുതി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സത്യം എന്തെന്നാൽ ആ കഥ ഒരു ആക്ഷേപഹാസ്യമായിരുന്നു. പത്രങ്ങളിലൂടെ പ്രചരിച്ച വ്യാജ വാർത്തയായിരുന്നു അത്. ആളുകൾ അത് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ചു. ഇത് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ്. അതാണ് 2256 ടൈം ട്രാവലറുടെ കൗതുകകരമായ കഥ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? വസ്തുതയോ ഫിക്ഷനോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കിടുക. കൂടുതൽ ആകർഷകമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.